നമ്മൾ മെയിൽ ഇൻഫെർട്ടിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റാണ് സെമൻ അനാലിസിസ്. പക്ഷെ പലപ്പോഴും പേഷ്യൻസ് ഒ പിയിൽ വരുമ്പോൾ ആ റിപ്പോർട്ട് അതൊരു പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്തത് ആയിരിക്കണമെന്നില്ല. ഞാൻ ഡോക്ടർ ആഷ്ന അസീസ്, IVF കൺസൾട്ടന്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. അപ്പോൾ സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് ഇത് പ്രോപ്പർ ആയിട്ടുള്ള ലാബിൽ പ്രോപ്പർ ആയിട്ടുള്ള ടെക്നീഷ്യൻ തന്നെയാണോ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. എപ്പോഴും ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്ന ലാബുകളിലായിരിക്കും അതിന്റെ സ്പെർമിന്റെ മോർഫോളജിയും ഘടനയും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഇവാലുവേറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ അബ്സ്റ്റിനൻസ് ഡേയ്സ്, അതായത് ബന്ധപ്പെടാതെയുള്ള ദിവസങ്ങൾ 2 to 7 ഡേയ്സ് ഗ്യാപ്പിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്യാപ്പ് കൂടിയാലും കുറഞ്ഞാലും നല്ല റിപ്പോർട്ട് കിട്ടണമെന്നില്ല. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്പേം കളക്ട് ചെയ്യുന്ന ബോട്ടിൽ അത് സ്റ്റെറൈൽ ആയിട്ടുള്ള നോൺ ടോക്സിക് ആയിട്ടുള്ള കണ്ടെയ്നർ ആയിരിക്കണം. സാധാരണയായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോണ്ടത്തിലൊക്കെ കളക്ട് ചെയ്യുമ്പോൾ സ്പേമിന്റെ മോർഫോളജിയിലും അതിന്റെ കൗണ്ടിലും ഒക്കെ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും കളക്ഷൻ ഇഷ്യൂസ്, സ്പില്ലേജ് പോലെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൺസേൺഡ് ആൾക്കാരോട് പറയുക എന്നുള്ളതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വീട്ടിലാണ് സെമൻ കളക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഒരു ഹാഫ് അവറിനുള്ളിൽ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ലാബിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.